ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചൂരത്തല കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതിൽ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കരിവേപ്പില ഇടുക. അപ്പോൾ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചമയം മാറുന്നവരെ നമുക്കിത് വഴറ്റാം. തേങ്ങ അരച്ച് കുടംപുളി ഇട്ടു. തിളയ്ക്കുന്ന ചൂരയുടെ തലയിട്ട് മീനകത്ത് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്. തല വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി തല വറ്റിയതിന് ശേഷം നമ്മൾ കാത്തിരുന്ന് നമ്മുടെ പിടയ്ക്കുന്ന ചൂരയുടെ തലക്കറി റെഡിയായി. അപ്പോൾ ഇനി ലാസ്റ്റ് പരിപാടിയായിട്ട് കുറച്ച് ലേശം വെളിച്ചെണ്ണ നമുക്ക് അതിൽ ഉപയോഗിച്ച് കൊടുക്കാം. കുറച്ച് മതി, ഒരു ശകലം വെളിച്ചെണ്ണ. അപ്പോൾ നമ്മുടെ തലക്കറി ഞാൻ വെന്ത് സെറ്റായി, അരപ്പൊക്കെ സെറ്റായി പിടിച്ച് നന്നായിട്ടിരിപ്പുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ലേശം വെളിച്ചെണ്ണയൊക്കെ ഇട്ട് സെറ്റായി. നമ്മൾ ഉപ്പ് നോക്കിയിട്ടുണ്ട്, അത് ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ സെറ്റാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കുന്ന പാർട്ട് നമുക്ക് കാണാം. നമ്മുടെ ചൂരക്കറി എല്ലാം വറ്റി സെറ്റായിട്ടുണ്ട്. ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇറക്കിയിട്ട് കഴിക്കുന്ന വിശേഷങ്ങളിലേക്ക് നമുക്ക് ചൂരക്കറി ടേസ്റ്റ് വെക്കാൻ വേണ്ടി കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. എങ്ങനെയുണ്ട്? അപ്പം ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ പറയാം എങ്ങനെയുണ്ട്. ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പർ. നമ്മൾ മരിച്ചിനിയും കറിയൊക്കെ ഇട്ടെടുത്ത് ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. എല്ലാവരും പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ.